ഗൈസ്, നമ്മളിന്ന് ബേക്കൽ കോട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മളെ കൂടെ ഇന്ന് യാത്രയിലുള്ളത് നമ്മുടെ കാസർഗോഡാണ്. ഇവിടെ സ്വദേശം. നമുക്ക് എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ? വീഡിയോസ് ഇവിടെ ഇതിന്റെ സ്ഥലം നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ് അല്ലേ? ഇവിടെ ഒരുപാട് റോഡ് സൈഡിൽ പോകുമ്പോൾ കണ്ടിട്ട് കയറിയെന്നാണ് കാസർഗോഡ് പറയുന്നത്. അപ്പോൾ മുത്താണ്, നമ്മൾ കാസർഗോഡ് തന്നെയാണുള്ളത്. ഒരുപാട് തോണികളും ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ മീനിനെ പിടിക്കാൻ പോകുന്ന ബോട്ടുകളായിരിക്കും കാണുമ്പോൾ. നമ്മൾ പോകാൻ പോകുന്നത് ബേക്കൽ ബോട്ടിലാണ്. ഇവിടെ തന്നെ അതിൻ്റെ കാഴ്ച കാണുന്നുണ്ട് ദൂരെ. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ദൂരെ കാണുന്നുണ്ട്. നമുക്ക് അവിടത്തേക്ക് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. നിങ്ങളെന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, എന്തായാലും ഈ വീഡിയോയിലേക്ക് എന്തായാലും മുന്നോട്ട് നമുക്ക് പോവാം. കാസർഗോഡ് നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഈ ബേക്കൽ ഫോർട്ടിലേക്കുള്ളൂ. ഞങ്ങൾ പോകുന്നത് ബൈക്കിലാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടാവും. അതിമനോഹരമായ ഒരുപാട് സ്ഥലങ്ങളാണ് ഈ രണ്ട് സൈഡിലും നമുക്ക് കാണാനുള്ളത്. എൻ്റെ മോനെ, പൊളി സ്ഥലമല്ലേ. ബേക്കൽ കോട്ടേൻ്റെ കവാടത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്ററോളം ദൂരമുണ്ടാകും ബേക്കൽ ഫോർട്ടിലേക്ക്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല ബ്ലോക്ക് ആണല്ലോ അല്ലേ? ഞായറാഴ്ച നല്ല തിരക്കുണ്ടാവുമല്ലോ ഇവിടെ സാധാരണ. ഞായറാഴ്ച പിന്നെ അവധി ദിവസങ്ങളെല്ലാം നല്ല തിരക്കുണ്ടാവും. നല്ല തിരക്കുണ്ടാവും അല്ലേ? ഇത് ഒരുപാട് വർഷമായിട്ടുള്ള കോട്ടയായിരിക്കും അല്ലേ? ഫസൽമാൻ്റെ കാലത്തുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരിക്കും അല്ലേ? അത് ബ്രിട്ടീഷുകാരൊന്നും ഉണ്ടാക്കിയത്. വേറെന്തോ സംഭവം ഉണ്ടാകും. വേറെന്താ പരിപാടി ഉണ്ടോ? എന്താന്ന് തോന്നുന്നു. നമ്മ ബൈക്ക് ഫ്രണ്ട് കവാടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വെറും 25 രൂപ മാത്രമാണ് ഓരോരുത്തർക്ക് ഫീസ് വരുന്നത്. ഞങ്ങൾ 2 പേർക്കായതുകൊണ്ട് 50 രൂപ ഫീസ് കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണാനുള്ളത് നല്ലൊരു മുരുകൻ്റെ അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഇടത് സൈഡിൽ കൂടി പോകുന്ന കവാടത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുക. അവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനുണ്ടാവും. അവിടെ നമ്മൾ എടുത്ത ടിക്കറ്റ് അവിടെ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. എന്തായാലും അടിപൊളി സ്ഥലമാണ് എൻ്റെ മോനെ. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരെ സമ്മതിക്കുക തന്നെ വേണം അല്ലേ? എന്തായാലും ഉണ്ട് സംഭവം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം. ആ കാണുന്നതാണ്. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 40 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കോട്ടയുടെ ചുറ്റും, അതുപോലെ തന്നെ 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ 3 ഭാഗത്തുള്ള കടലും അവിടുത്തെ അസ്തമയങ്ങളും സൂര്യാസ്തമയങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. മോനെ, ഇതെല്ലാം ഒന്ന് നടന്നിട്ട് കണ്ടാലോ നമ്മൾ. ഏതാല്ലേ സ്ഥലം? കോട്ടയുടെ ഒരുപാട് ഏരിയയാണ്. 40 ഏക്കർ അല്ലേ? 40 ഏക്കറിലുള്ള വലിയൊരു കോട്ടയാണിത്. നമ്മൾ കോട്ടേൻ്റെ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ എല്ലാ സ്ഥലത്തോട്ടും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുഴുവനുള്ള കാഴ്ച ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ്റില്ല അവിടെ കോട്ടൻ്റെ മുകളിൽ പോകാം. ഇതിൻ്റെ മുകളിൽ കയറിയല്ലോ. കയറാനല്ലേ വന്നേമോ? നീ ആയിരിക്കോ കേട്ടോ.
ഇത് പീരങ്കി വിടുന്ന സ്ഥലമായിരിക്കൂല. കാവിൽ പറയുന്നത് പീരങ്കി വിടുന്ന സ്ഥലമാണ് എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടൽ മൊത്തമായിട്ട് കാണാം. കടലിൽ നിന്ന് ഏതെല്ലാം ശത്രുക്കൾ വരുന്നുണ്ട് നോക്കാം. സംഭവം സെറ്റ് സാധനം കേട്ടാ. സംഭവം സെറ്റ് സ്ഥലം. അതാ പാർക്ക്. അടിപൊളി ഏരിയ അല്ലേ. ഓ പേര് അവിടേക്കും പോവാം. ജയിൻ്റെ വീട്ടിലെല്ലാം കയറി ചിരിക്കാൻ. എന്തായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ പീരങ്കിന്റെ ഇതാണ് സാധനം. പീരങ്കിന്റെ വെടി ഈ നിന്നാണ് കടലിലേക്ക് പോകുന്നത് പേടിയല്ലോ. ഇത് ഈ ഹോൾ സെല്ലില്ലേ അതല്ല അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയത് പ്രത്യേകം. ഞാൻ മുമ്പാട് കണ്ട കുയ്യില്ലേ അത് ഇവിടുന്ന് വെടി പൊട്ടിച്ചിട്ട് അങ്ങനെ വെടി വന്നെങ്കിൽ മെല്ലെ കീഴിട്ട് അതിൽ ഒറ്റ വെക്കാൻ. ഇതെല്ലാണ് ഇവിടുത്തെ കാസർഗോഡിന്റെ മഹാ പറയുന്നത്. ഇത് വെടിപോന്ന് ഓട്ടയാലോ എന്തെല്ലാം പറയുന്നത്. എടാ ഇതാണ് പീരങ്കിയാണ്. ഇത് പീരങ്കി. ഈ നിന്നാണ് വെടിയല്ല പോകുന്നത്. നല്ല അനുസരണം. ഹായ് പറഞ്ഞ യൂട്യൂബിൽ. ഞാൻ മലേന്റെ മുകളിൽ കുടിക്കാറല്ല. അതിന് മുന്നേ ഇവിടെ ഒരു കുളം ഉണ്ടായി. എടാ ഇവിടെ ഇതിന്റെ നടുവില്. അത് കാണുന്നില്ലല്ലോ. കാണുന്നില്ല. കാണും. ഉണ്ട് നടുവിലുണ്ട് ഒരു കുളം. എത്ര ആൾക്കാർ ഇവിടെ എല്ലാം വന്നല്ലേ. ഇതെല്ലാം പണ്ടത്തെ കൊട്ടാരങ്ങളായിരിക്കും അല്ലേ. ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒളിച്ചിരിക്കുന്ന സ്ഥലം. ഫുള്ളല്ലേ. കോട്ടയിൽ നമ്മൾ കാണാത്ത ഒരു ഹിഡൻ സ്പോട്ടും കൂടി ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഏത് സൈഡാണ് ഇത്? തെക്ക് പടിഞ്ഞാറ് സൈഡാണ്. പടിഞ്ഞാറ് സൈഡാണ് ഇതുള്ളത്.